السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഏറ്റവും സ്നേഹാന്വിതകളായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ലോകത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ജീവിതം മതിയാക്കി ശാശ്വതമായ ഒരു ലോകത്തിലേക്ക് യാത്ര തിരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. നമുക്കറിഞ്ഞുകൂടാ എത്ര കാലമാണ് ഈ ഭൗതിക ലോക ജീവിതത്തിൽ നാം ജീവിക്കുക എന്ന്. 60 കൊല്ലം ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിച്ച് നോക്കുമ്പോഴും അവൻ്റെ ഇവിടുത്തെ ജീവിതം ഒന്നുമല്ലാത്ത രീതിയിലൂടെ കഴിഞ്ഞു പോവുകയാണ്. നാം ഒന്ന് വ്യക്തമായി ആലോചിക്കുകയാണെങ്കിൽ 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചുരുങ്ങിയത് 20 കൊല്ലവും അവൻ ഉറങ്ങിത്തീർക്കുകയാണ്. ഇവിടത്തെ ലോകത്തിൽ മതിമറമെന്ന് ജീവിക്കാതെ ഈ നിശ്ചിതമായ ഒരു അവധി കഴിയുന്നതോടുകൂടെ വരാനിരിക്കുന്ന ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനുമുള്ള കൃഷിഭൂമിയായി, കൃഷിയിടമായി ഈ ദുനിയാവിനെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ആരും ഇവിടെ സാക്ഷരരായി ജീവിക്കാമെന്നല്ല, സത്യം അതാണ്. ആരും സാക്ഷരരായിട്ടല്ല, താൽക്കാലികം
പോകണമെന്നുള്ള. ദുനിയാവ് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന വിശാലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, വമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. ഭൗതിക ലോക ജീവിതം എന്നുള്ളത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയായ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. കുൻ ഫി ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ. കുന്നി ആയി തീരണേ ഫി ദുനിയാ, ഭൗതിക ലോക ജീവിതത്തിലൂടെ, കഅന്നക ഖരീബ്, ഒരു അപരിചിതനെ പോലെ ആയി തീരണേ, ഔ ആബിറു സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ആയിത്തീരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് ഉപദേശം കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരു അപരിചിതനെ പോലെ ആകണമെന്ന് പറഞ്ഞത്? അതല്ലെങ്കിൽ എന്തുകൊണ്ടൊരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരണമെന്ന് പറഞ്ഞെന്നോ? ഒരു വഴിയാത്രക്കാരൻ അവന്റെ യാത്രക്കിടയിൽ ഒരു ടെന്റ് കെട്ടുമ്പോ അത് ശാശ്വതമായി ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണോ? അല്ല, മറിച്ച് താൽക്കാലികമായി ഒരു രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചുകൂട്ടണം എന്നൊരു ഉദ്ദേശം മാത്രമേ അതിന്റെ പിന്നിൽ അവനുള്ളൂ. അതല്ലാതെ താൻ ഇവിടെ തന്നെ കുറെ കാലം കഴിച്ചുകൂട്ടണം എന്നൊരു ഉദ്ദേശം അവനില്ല. കാരണം റസൂൽ തുടർന്നുകൊണ്ട് പറയുന്ന വാചകം, ഫഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാഅ വഇദാ അംസൈത ഫലാ തൻതദിറിസ് സബാഹ്. നീ പ്രഭാതത്തിലെത്തിയാൽ ഒരിക്കലും നീ വൈകുന്നേരത്തെ പ്രതീക്ഷിച്ചു പോകണ്ട. വൈകുന്നേരത്തിലെത്തിയാൽ ഒരിക്കലും നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചു പോകണ്ട എന്ന് രാവിലെ നിന്റെ കിടപ്പറയിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥനയുമായി നീ എഴുന്നേൽക്കുമ്പോ, അന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശിക്കൊണ്ട് സൂര്യൻ അതിന്റെ സാഗരത്തിന്റെ മടിത്തട്ടിലേക്ക് തലചായ്ക്കുമ്പോ ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത മനുഷ്യ ഒരിക്കലും നിന്നിൽ വേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോ നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ അവസ്ഥ എന്താണെന്ന്. എത്ര കാലം ജീവിച്ചിരിക്കുമെന്നും നമുക്കറിഞ്ഞുകൂടാ. ഇന്നിന്റെ ഈ ഒരു പ്രഭാഷണം കേൾക്കുവാൻ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾ ഇവിടേക്ക് നടന്നു വന്നപ്പോ തിരിച്ച് ഇതേ കാലുകൊണ്ട് നിങ്ങൾ നടന്നു പോകുമോ, അതോ മറ്റുള്ളവന്റെ ചുമലിലേറി പോകേണ്ടി വരുമോ? നമുക്കതറിയാൻ സാധ്യമല്ല. എന്തിനേറെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതിന്റെ ബട്ടനുകൾ നമ്മുടെ കൈകൊണ്ട് നാം ധരിച്ചതാണെങ്കിൽ തിരിച്ച് ഇതേ കൈകൊണ്ട് നാം അതിനെ ഊരുമോ, അതോ നമ്മുടെ ജനാസ കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടഴിക്കുമോ? നമുക്കതറിഞ്ഞുകൂടാ. ഇന്നിന്റെ ഈ നേരത്തെ നാം ഇവിടെ ശ്രദ്ധയോടുകൂടെ ഈ പ്രഭാഷണം നിങ്ങൾ വീക്ഷിക്കുമ്പോ നാളെ ഈ നേരത്തെ ജീവനോടുകൂടെ ബാക്കിയുണ്ടാകുമോ, അതോ പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിലെ 6 അടി മണ്ണിൽ നമ്മൾ ഒതുങ്ങുമോ? അതും നമുക്ക് പറയപ്പെടാൻ സാധ്യമല്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്നുള്ളത്. നമുക്കറിഞ്ഞുകൂടാ, ഒന്നും നമുക്കറിഞ്ഞുകൂടാ. വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും വലിയ അഭിലാഷങ്ങളുമായി മനുഷ്യനെങ്ങനെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലേ, 2 മാസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തിന്റെ വാജ്പേയി എയർപോർട്ടിൽ വെച്ചുകൊണ്ട് 160ഓളം വരുന്ന ശരീരം കത്തിയമർന്നു പോയപ്പോ അവിടെയും നമ്മൾ ആലോചിച്ചു പോയ വിഷയമില്ലേ? 4-5 കൊല്ലക്കാലം വിദേശത്തിന്റെ ഗൾഫ് മണലാരുണ്യങ്ങളിൽ കിടന്ന് ജോലി ചെയ്തിട്ട് ഒരൽപ്പം സമ്പാദ്യവുമായി നാട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളുമായി തന്റെ മക്കളെ ഒന്ന് കാണണമെന്ന, പുതിയ വീട്ടിലേക്കൊന്ന് താമസം മാറണമെന്ന ഒരുപാട് സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് കടന്നു വരുമ്പോ നാം ഓർത്തു പോകുന്നവോ, അങ്ങ് വിദേശത്ത് നിന്ന് കടന്നു വന്ന് സ്വന്തം നാട്ടിലെത്തിയിട്ട് തന്റെ ഭാര്യ ഇരിക്കുന്നതിന്റെ തന്റെ മക്കൾ ഇരിക്കുന്നതിന്റെ ഏതാണ്ടൊന്ന് നടന്നെടുക്കാനുള്ള ദൂരത്തിലെത്തുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖദാ സംഭവിച്ചു പോയതെങ്കിൽ അത്രയുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ അഭിലാഷങ്ങളോ അത് പൂവണിയുമോ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് ഒരിക്കൽ പോലും പറയുവാനോ നിർണയിക്കുവാനോ നമുക്കൊണ്ട് സാധ്യമല്ല.
അത്രയും നൈമിഷികമായി കടന്നു പോകുന്ന മനുഷ്യന്റെ ആയുസ്, ഇവിടത്തെ ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്തിലൂടെ വളരെ ഭംഗിയായി അല്ലാഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ജീവിതം എന്ത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, കമസലി ഉയ്സിൻ അജബൽ കുഫാര നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു തആല പറയുന്നു, കമസലി ഉയ്സിൻ, ഒരു മഴ പോലെയാണ്. അജബൽ കുഫാര നബാതുഹു, ആ പുതുമഴയത്ത് സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരുമ്പോ കർഷകർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രംഗമാണെങ്കിൽ, സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമാ, ഒരു കാറ്റ് വന്നടിച്ച് വീശുന്നതോടുകൂടെ ആ സസ്യത്തിനൊരു മഞ്ഞ നിറം ബാധിച്ച്, ഒരു കാറ്റ് വന്ന് അടിച്ചു വീശുന്നതോടുകൂടെ ആ സസ്യം പരിപൂർണമായി നുരുമ്പിപ്പോകുന്നുവെങ്കിൽ, അതുപോലെയാണ് മനുഷ്യന്റെ ആയുസ് എന്ന് വെറും മടക്കി പിടിച്ച കൈകളുമായി നൂലിന്റെ വശമില്ലാതെ കരയാ മാത്രം അറിയുന്ന രീതിയിലൂടെ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ മനുഷ്യനാ. അവന്റെ മുട്ടുകുത്തി നടക്കുന്ന പ്രായം കഴിഞ്ഞ്, ഇഴഞ്ഞു നടക്കുന്ന പ്രായം കഴിഞ്ഞ് പിച്ചവച്ച് അവന്റെ ശൈശവത്തിലൂടെ, ബാല്യത്തിലൂടെ, യുവത്വത്തിന്റെ മധ്യവയസ്കതയുടെ വാർദ്ധക്യത്തിലേക്ക് മനുഷ്യനങ്ങ് എത്തുമ്പോ ആ സസ്യം വന്നതുപോലെ അവനും വളർന്നു വരുന്നു. ആ സസ്യത്തിന് മഞ്ഞനിറം ബാധിച്ച പോലെ അവനും ഒരു വാർദ്ധക്യം വരികയാ. ഒരു കാറ്റ് വന്നടിച്ച് വീശുമ്പോഴാണ് ആ സസ്യം നിരമ്പിപ്പോയതെങ്കിൽ മലക്കുൽ മൗത്തിന്റെ വിളിയോടുകൂടെ, മനുഷ്യ നിന്റെ ജീവിതവും അതോടുകൂടെ അവസാനിക്കാനുള്ളതാണെന്ന് രേഖപ്പെടുത്തുമ്പോ, അത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ, അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം എന്നുള്ളതാ. മലക്കുൽ മൗത്ത് വിളിക്കുന്ന അതോടുകൂടെ മനുഷ്യൻ വേർപെട്ടു പോകുന്നു. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്ന വിഷയം ഭൗതിക ലോക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നൈമിഷ്യമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നത്. ഒരു ചെറുവിരൽ സമുദ്രത്തിൽ മുക്കിയെടുക്കുമ്പോൾ ആ വിരലിൽ എത്രമാത്രം വെള്ളമൊതുങ്ങുന്നവോ അത് മാത്രമാണ് ഇഹലോക ജീവിതമെന്നും, ബാക്കി വിശാലമായി കിടക്കുന്ന അനന്തസാഗരം അത് മുഴുവനും നാളെയുടെ ശാശ്വതമായ ജീവിതമാണ് എന്നും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. അതല്ലെങ്കിൽ ഒരു സൂചി എങ്ങാനും ഒന്ന് കടലിൽ മുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ദ്വാരത്തിൽ കാണുന്ന വെള്ളം എത്രയുണ്ടോ അത് മാത്രമാണ് ഇഹലോക ജീവിതമെങ്കിൽ, ബാക്കി നാം കാണുന്ന നിലക്കാതെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന സാഗരം മുഴുവനും നാളെയുടെ ശാശ്വതമായ ജീവിതമാണ് എന്നും വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ കൃത്യമായ ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ നിന്ന് മനുഷ്യൻ നന്മയും തിന്മയും അവൻ കാണുമ്പോൾ തിന്മയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യൻ, നന്മയെ സ്വീകരിക്കുന്ന മനുഷ്യൻ, രണ്ട് രീതിയിൽ മനുഷ്യരെ നമ്മൾ കാണുന്നു. നന്മ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുണ്ട്, നാളെയുടെ ലോകത്തെ വിജയമാണ്. പക്ഷെ തിന്മ ചെയ്യുന്നവൻ, അവൻ ഇവിടുത്തെ ലോകത്തിലെ തിന്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സുഖങ്ങളാണ്, ഇവിടുത്തെ തൽപരതകളാണ്. ഇത്തരം മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണ് അവന്റെ പെട്ടെന്ന് വരുന്ന മരണത്തെ സംബന്ധിച്ചിടത്തോളം. തെറ്റായ വഴികളിലൂടെ മനുഷ്യന് സമ്പാദിച്ചു വെക്കുമ്പോൾ, ഹറാമായ പ്രവർത്തനങ്ങളിലൂടെ അമ്പരച്ചുംബികളായ കൊട്ടാര സൗധങ്ങളോ, വിലയേറുന്ന ബാങ്ക് അക്കൗണ്ടുകളോ, ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഭൂസ്വത്തുകളോ ഒരു മനുഷ്യന് സമ്പാദിച്ചു വെക്കുമ്പോൾ തീർച്ചയായും മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ആ മനുഷ്യനും പിടികൂടാനുണ്ട്. അന്നവനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടുമ്പോ അവന്റെ ഭൂസ്വത്തുകൾ അവന്റെ കബറിലില്ല, ബാങ്ക് അക്കൗണ്ടുകൾ അവന്റെ കബറിലില്ല, അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളും അവന്റെ കബറിലില്ല. മറിച്ചോ അത് നേടാൻ വേണ്ടി അവൻ ചെയ്ത ഹറാമായ പ്രവർത്തനമുണ്ടല്ലോ, അവന്റെ കൂടെ കബറിലുണ്ടാകുമെന്ന് പഠിപ്പിക്കുമ്പോ ഇവിടെ നിന്ന് ഹറാമുകൾ ചെയ്തു അത് അനുഭവിക്കേണ്ടി വരും, കൊണ്ടുപോകേണ്ടി വരും. എല്ലാവർക്കും ഉള്ള യാഥാർത്ഥ്യം തന്നെയാണ് മരണം. ആ മരണത്തോടുകൂടി അവന്റെ നന്മകളുമാണെങ്കിൽ നന്മകളായി യാത്ര തിരിക്കാൻ,
തിന്മകളാണെങ്കിൽ തിന്മകളുമായി യാത്ര തിരിക്കേണ്ടവനാണ് മനുഷ്യനെന്ന്. അതല്ലാതെ ആരും ഇവിടെ മരിക്കാതെ ഭൂമി ലോകത്തിലേക്ക് സാക്ഷി തരല്ല. താൻ ഹറാമിലൂടെ ചെയ്തുണ്ടാക്കിയത് കാലാകാലം ആസ്വദിക്കാമെന്നും മനുഷ്യൻ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. ഒരു അറബി കവി സൂചിപ്പിച്ച പോലെ ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കിയാക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഇവിടെ മരിക്കാതെ ബാക്കിയാകുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലും ഇവിടെ നിന്ന് വേർപെട്ടു പോയി വഫാത്തായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിക്കുമെന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠമെങ്കിൽ പരിശുദ്ധ ഖുർആൻ എത്രയിടത്ത് ഇതിനെ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന വിഷയമാണെന്നോ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖികും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. സൂറത്ത് ജുമഅയുടെ 8-ാമത്തെ വചനത്തിലൂടെ ഖുൽ നബിയെ താങ്കൾ പറഞ്ഞുകൊള്ളുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, മരണം അതിൽ നിന്ന് അവർ പേടിച്ചോടിയാൽ തന്നെയും ഫഇന്നഹു മുലാഖീകും, അതവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന്. സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന തമ്പുരാനിലേക്ക് അവർ മടക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും, നിങ്ങളെ മരിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണോ ആ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് സൂറത്ത് ഹാമീം സദയുടെ 11-ാമത്തെ ആയത്തിലൂടെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തരുമ്പോ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. മരിക്കാതെ ആരും ഇവിടെ ബാക്കിയാവുകയില്ല. എത്രത്തോളം അല്ലാഹു അതിനെ സത്യപ്പെടുത്തി പറഞ്ഞു എന്നറിയുമോ? 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിൽ 11-ാമത്തെ ആയത്ത് മുതൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു വന്നിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ആ സത്തയെ നാം ഒരു ഭദ്രമായ സ്ഥാനത്ത് വെക്കുന്നുണ്ട്. അതേ 3 ഇരുട്ടറകൾക്കുള്ളിലായി തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ സുരക്ഷിതമായ സ്ഥാനത്ത് അല്ലാഹു അതിനെ വെച്ചുപോയി. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم انشأناه خلقا آخر فتبارك الله أحسن الخالقين. പിന്നീട് ആ ഇന്ദ്രിയത്തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി മാറ്റുകയാ. രക്തപിണ്ഡത്തിനെ മാംസപിണ്ഡമാക്കി മാറ്റി പിന്നീട് അതിനെ എല്ലാക്കി മാറ്റി. വേറെ ഒരു മാംസം കൊണ്ട് വേറെ ഒരു മാംസം കൊണ്ട് ആ എല്ലിനെ നാം പൊതിയുകയും ചെയ്തു പോയി. പിന്നീട് അതിനെ വേറെ ഒരു ജീവിയാക്കി മാറ്റി. ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടാക്കളിൽ ഉത്തമനായ അല്ലാഹു എത്രയോ അനുഗ്രഹീതനാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ ആയത്തിന്റെ തൊട്ടുശേഷം പറയുന്ന വാചകം ഏതാണെന്നറിയുമോ? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, നിശ്ചയമായും ഇതിനു ശേഷം നിങ്ങൾ മരിക്കാനുള്ളവർ തന്നെയാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പടച്ചുകൊണ്ടുവന്ന അതേ തമ്പുരാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്,
ഇതിനു ശേഷം നിങ്ങൾ മരിക്കാനുള്ളവർ തന്നെയാ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി പുനർജന്മം നൽകപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു തരുമ്പോ മരണം മനുഷ്യന് യാഥാർത്ഥ്യം തന്നെയാ. നമുക്കറിഞ്ഞുകൂടല്ലോ മാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഏതൊരു മണ്ണിൽ വെച്ചാണ് മരിക്കുക എന്ന് പോലും മനുഷ്യനറിയാൻ സാധ്യമല്ല. ഏതൊരു സമയമാണ് മരിക്കുക എന്ന് പോലും മനുഷ്യനറിയാൻ സാധ്യമല്ല. ഓർത്തു പോകുന്നുവോ നാം? ഇന്ന് നാം നമ്മുടെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുമ്പോ സ്നേഹത്തോടുകൂടെ ഓടി വന്ന് കവിളത്ത് മുത്തം നൽകി നമ്മുടെ പുന്നമക്കളില്ലേ, നാളെ രാവിലെ നമ്മുടെ ജീവസുറ്റതായ ശരീരമൊന്ന് കാണുമ്പോ വേദനയോടുകൂടെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുമോ? ഇന്ന് പേരെടുത്ത് വിളിച്ചിരുന്ന ആളുകൾ നാളെ നമ്മെ മയ്യത്തെന്ന് വിളിക്കുമോ? നമുക്കറിയാൻ സാധ്യമല്ല, അറിയപ്പെടാൻ സാധ്യമല്ലാത്ത രീതിയിലൂടെ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അല്ലാഹു തആല പറഞ്ഞില്ല, വേദനാജനകമായ മരണം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരുമ്പോ എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? അവിടുന്ന് പ്രവാചകൻ മദീനയിലെ ബഖീഇന്റെ ഖബർസ്ഥാനിൽ ഒരു സ്വഹാബിയുടെ ജനാസയും മറമാടാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അവിടുന്ന് സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഖബർ ശരിയായിട്ടില്ല. ഖബർ ശരിയാകുന്നതും കാത്തുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നതായ രംഗത്തിലൂടെ പ്രവാചകൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരികയാ. ഞങ്ങൾ പ്രവാചകന്റെ ചുറ്റുമായിരിക്കുന്നുണ്ട്. എത്രത്തോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുമോ? ഞങ്ങളുടെ തലയിലെങ്ങാനും ഒരു പക്ഷി വന്നിരിക്കുമ്പോ അത് പറന്നു പോകാതിരിക്കാൻ എത്രമാത്രം ഞങ്ങൾ ശ്രദ്ധ കാണിക്കുമോ? അത്രയും ശ്രദ്ധയോടുകൂടെ ഞങ്ങൾ പ്രവാചകനിലേക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, അല്ലയോ സഹാബാക്കളെ, നിങ്ങൾ അറിയുമോ സഹാബാക്കളെ, ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി കൊണ്ട് വെള്ളമൊഴുകുന്നുവോ അത്രയും ലളിതമായി കൊണ്ടാണ് ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ കളവാക്കിയവനുണ്ടോ? പരാജയപ്പെടാനിരിക്കുന്ന ആളുകളുണ്ടോ? അവരുടെ റൂഹിനെ അള്ളാഹുവിന്റെ മാലാഖമാരെ പിടിക്കുന്നത് എങ്ങനെയാണെന്നോ? നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയതായ ഇരുമ്പിന്റെ കൊളുത്തിനെ എപ്രകാരം ദൃഢതയോടുകൂടെ പിടിച്ചു പറിക്കുന്നുവോ അതിനേക്കാൾ വേദനാജനകമായ മരണമാണ് അവർക്ക് വേണ്ടി അഭിമുഖീകരിക്കാനുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ 75-ാം അധ്യായം സൂറത്ത് ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കല്ലാ, വേണ്ടടോ, ഇദാ ബലഅതി തറാഖി, അവരുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ വഖീല മൻ റാഖ്, അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്നവർ ചോദിച്ചു പോവുകയാണ്. വദന്ന അന്നഹുൽ ഫിറാഖ്, അവന്റെ വേർപാടിന്റെ സമയമാണെന്നവൻ മനസ്സിലാക്കി പോകുമ്പോ വേദന സഹിക്കാൻ വയ്യാ. വൽതഫതി സാഖു ബിസാഖ്, കണങ്കാല് കണങ്കാലുമായി കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖിയാമയിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു തരുമ്പോ എന്റെ സഹോദര, വേദനാജനകമായ മരണത്തോടുകൂടെ പരലോകത്തിലേക്ക് മനുഷ്യൻ പോവുകയാണല്ലോ. പരലോക ജീവിതത്തിലേക്ക് അവൻ കടന്നു പോവുകയാ. ഓർത്തു പോകുന്നുവോ? ഒരാളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ടല്ലോ,
അവന്റെ വിവാഹത്തിന്റെ ദിവസം അവൻ കുളിച്ചൊരുങ്ങി വരുമ്പോ അവന്റെ കൂട്ടുകാരവന് ചിരിതമാശകളോടുകൂടെ പുതുവസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കയാ. ചിരിതമാശകളോടുകൂടെ പുതുവസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകൾ മുഴുവനും ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് വരൻ ഇറങ്ങുന്നത്, എപ്പോഴാണ് പുതിയ പിള ഇറങ്ങുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പുതുമാരൻ ഒരു നോക്ക് കാണാനായി ജനങ്ങൾ വന്നിരിക്കയാ. അന്നവന്റെ സന്തോഷകരമായ വാഹനത്തിൽ കയറി അവൻ ആഡംബരമായ വാഹനത്തിലൂടെ അവന്റെ വധുവിനെ തേടിക്കൊണ്ടവൻ യാത്ര തിരിക്കുന്നുണ്ട്. അന്ന് രാത്രി അവന് സന്തോഷകരമായ മണിയറയാണ് അവന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഇതേപോലൊരു ജീവിതം മനുഷ്യ ദിവസം ഇനിയും നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കാനുള്ളതാ. അന്ന് നീ ഒറ്റക്കല്ല കുളിക്കുന്നത്, മറ്റുള്ളവർ നിന്നെ കുളിപ്പിക്കുകയാണ്. അന്ന് നിന്നെ ചിരിതമാശകളോടുകൂടെ പുതുവസ്ത്രങ്ങൾ അണിയിച്ച ആളുകളുണ്ടല്ലോ, ഒറ്റ വീഴുന്ന കണ്ണുനീരുമായാണ് നിന്നെ പുതുവസ്ത്രങ്ങൾ അണിയിക്കുന്നത്. അന്ന് എപ്പോഴാണ് വരനിറങ്ങുന്നത് എന്ന് ചോദിച്ച ആളുകൾ ഇന്ന് എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പുതുമാരനെ ഒരു നോക്കാനായി വന്ന ആളുകൾ ഇന്ന് വരുന്നതോ അവന്റെ അവസാനത്തെ യാത്രയപ്പ് നൽകാനായി വന്നിരിക്കുകയാ. അന്നവന്റെ ആഡംബരമേറിയ വാഹനത്തിലാണ് അവൻ യാത്ര തിരിച്ചതെങ്കിൽ ഇന്ന് മയ്യത്തിൽ പള്ളിക്കാട്ടിലേക്കാണ് അവന്റെ യാത്ര. അന്നവന് സന്തോഷകരമായ മണിയറയുണ്ടെങ്കിൽ അവന്റെ കൂടെ അവന്റെ മണിയറയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിലെ 6 അടി മണ്ണിൽ അവൻ ഒറ്റായി ഒതുങ്ങിക്കൂടുമ്പോ ആരുണ്ട് കൂട്ടിനൊന്നോനും കുട്ടിനില്ലാതെ എന്റെ ജനാദ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ മനോവിഷമത്തോടുകൂടി കരഞ്ഞു പോയ ഭാര്യയോ വിലപിച്ചു പോയ മക്കളോ കണ്ണുനീര് വാർത്ത കുടുംബികളോ ആരുമില്ലാതെ ഒറ്റക്കവനെ പോയി വെക്കുമ്പോ മറമാടുന്ന ആളുകൾ ഓരോ കല്ല് വെക്കുന്തോറും ആ കവലിലേക്ക് ഇരുട്ട് വീഴുമ്പോ അവസാനത്തെ കല്ല് വെക്കുന്നതോടുകൂടെ പരിപൂർണമായ ഇരുട്ടായി തീരുമ്പോ അതിന്റെ പഴുതിലൂടെ എങ്ങാനും പ്രകാശം കടന്നു വരുന്നുണ്ടോ? അവിടെ പോലും പുല്ല് വച്ചടച്ചുകൊണ്ട് അതിന്മേലെ നനഞ്ഞ മണ്ണും തേമ്പി അടച്ചുകൊണ്ട് അതിന്റെ മേലെ മണ്ണും കിളച്ചുമോടി ആടിയ ആകൽ മുഴുവനും വെച്ച് പോരുമ്പോ അരുണ്ട് ഒറ്റക്കായി കഴിയേണ്ടുന്ന മേടക്ക് പകരം അതിൽ കിടക്കേണ്ടതാണ് സമാന ചിതം പുഴുക്കൽ മളം പെരുത്തുണ്ടിൽ ദോഷമാണ് പകൽക്ക് നീ ചെല്ലുന്നതിൽ റേഷൻ വേണ്ട പോലതുണ്ട് ക്യൂ സിസ്റ്റം ഇല്ലാത്തല്ലലാണത് കൊണ്ട് പൊൻവർണ്ണ കോമള തുലമാ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ചിതലും പുഴുക്കളും നിൻ ശരീരത്തിലോട് തിളച്ചമറിയുമ്പോ വെറും 3 ദിവസം കൊണ്ട് നിന്റെ കണ്ണെല്ലാം അഴുകിപ്പോകുമെന്ന് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2 നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടേ ഓർത്തു പോകുന്നുവോ? ഇതൊക്കെ ശാരീരികമായ നാശങ്ങളാണെങ്കിൽ അതിനപ്പുറത്ത് മലായികത്തുകൾ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാൻ കഴിയുന്നില്ലേ? മലക്കുകളുടെ ശക്തമായ പ്രഹരമേൽക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഖബറിൽ കിടന്ന് പുളകമെന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുമ്പോ മലായികത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോ മലക്കുകളിൽ നിന്നുള്ള ശക്തമായ പ്രഹരമേൽക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഖബറിൽ കിടന്ന് പുളകുമെന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുമ്പോ എന്റെ സഹോദര, അവിടെ വെച്ച് മലായികത്തിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണോ? ഭൗതിക ലോക ജീവിതത്തിൽ റബ്ബിനെ റബ്ബായി കണ്ടവനെ മാത്രമേ അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഖുർആൻ ഇമാമെന്ന് പറയണോ? ഖുർആനിനെ ഇമാമായി കണ്ടവനെ മാത്രമേ ഖുർആൻ ഇമാമെന്ന് പറയാൻ കഴിയൂ. അതല്ലാതെ ഖബറിന്റെ തലഭാഗത്തിരുന്നു കൊണ്ട്
ട്യൂഷൻ എടുത്തത് കൊണ്ടോ? ഇദാ ജാഅകൽ മലകാനിൽ കരീമാനി ബിക മുൻകറുൻ വനകീറുൻ അലൈഹിമാ വഇദാ സഅലക മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക ഫഖുൽ അല്ലാഹു റബ്ബി വൽ ഖുർആനു ഇമാമി. നിന്നെ മറമാടി കഴിയുന്ന മലക്കുകൾ വരും. അവർ നിന്നോട് നിന്റെ റബ്ബാരാണ്, നിന്റെ ഇമാം ഏതാണെന്ന് തുടങ്ങി ചോദിക്കുമ്പോ നീ പറഞ്ഞു കൊടുത്തോ, അല്ലാഹുവാണ് എന്റെ റബ്ബ്, ഖുർആനാണ് എന്റെ ഇമാമി എന്ന് ട്യൂഷൻ എടുത്തു കൊടുത്താൽ ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഖുർആനിനെ ഇമാമായി കണ്ടവന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതല്ലാതെ ഫത്ഹുൽ മുഈൻ ഇമാമായി കണ്ടവനോ ഷാഫി ഇമാമാണ് എന്റെ ഇമാമെന്ന് പറഞ്ഞവനോ മരിച്ചു കഴിഞ്ഞിട്ട് ഖുർആൻ ഇമാമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഖബറിൽ വെച്ചുകൊണ്ട് വൽ ഖുർആൻ ഇമാമി എന്നൊരിക്കലും അവനെ കൊണ്ട് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദര, ജീവിതത്തിൽ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെട്ടോ, ഖുർആനിനെ ഇമാമായി കണ്ടോ, മുഹമ്മദ് നബിയെ നായകനായി റസൂലായി മാർഗദർശിയായി സ്വീകരിച്ചോ, എങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഉത്തരം പറയാം. അതല്ലെങ്കിൽ മലക്കുകളുടെ പ്രഹരങ്ങളാണ് നരകത്തിന്റെ കവാടം അവരുടെ ഖബറിലേക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ അവസാനിച്ചു പോകുന്നുവോ? 23-ാം അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു പോയില്ലേ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് വരെ അവരുടെ മറയുടെ ജീവിതം തന്നെയാ, അവരുടെ ബർസഖിയായ ജീവിതമാണെന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ എന്റെ സഹോദര, ഖബറിലെ അദാബുകളില്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടണ്ടയോ? അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ തേടേണ്ടുന്ന പ്രാർത്ഥനയായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വമിന്നദാബിൽ ഖബറന്ന്, വമിന്നദാബിൽ ഖബർ ശിക്ഷയിൽ നിന്ന് നാദാ കാവലിനെ ചോദിക്കുന്നു റബ്ബേ എന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കാൻ പറഞ്ഞത് കൊണ്ട് ഇതുകൊണ്ട് ജീവിതം അങ്ങ് അവസാനിച്ച് കിട്ടുമോ? ഇതുകൊണ്ട് ജീവിതം അങ്ങ് അവസാനിച്ച് കിട്ടുമോ? ഒരിക്കലില്ല. അതുകൊണ്ട് അവസാനിക്കുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നല്ലോ. ഒരു കവി പറഞ്ഞില്ലേ, വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ ഫനസ്അലു ബഅദഹു അൻ കുല്ലി ഹയ്യ്. നാം മരിച്ചു കഴിഞ്ഞാൽ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം എത്ര നന്നായിരുന്നേനെ. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, എന്നാൽ നാം മരിച്ചാൽ നമുക്ക് പുനർജന്മം നൽകപ്പെടുകയാ. വനസ്അലു ബഅദഹു അൻ കുല്ലി ഹയ്യ്, ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെടാനുള്ളതാണെന്ന് രേഖപ്പെടുത്തുമ്പോ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ലൊരു ജന്മമുണ്ട് എന്ന് ഈ കാലയളവിനൂടെ മനുഷ്യൻ അവന്റെ ബർസഖിയായ ജീവിതത്തിലൂടെ കഴിച്ചുകൂട്ടുമ്പോ തന്നെ ഈ ലോകത്തിനും ഒരു അവസാനം സംഭവിക്കാറുണ്ട് എന്ന് പലരും വിശ്വസിക്കാതെ പോയിരുന്നൊരു വർത്തമാനത്തിലൂടെ അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എന്തിനെ കുറിച്ചാ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അനിൻ നബഇൽ അദീം, മഹത്തായ ഒരു വാർത്തയെ സംബന്ധിച്ചാണെന്ന് ഖുർആൻ 78-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനങ്ങളിലൂടെ നാം ഇത് വായിക്കുമ്പോ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന യാഥാർത്ഥ്യം, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നൊരു വിശ്വാസം, ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നോ ആ അവസാനത്തോടുകൂടെ മനുഷ്യൻ വീണ്ടും ഒന്ന് ജനിപ്പിക്കപ്പെടുമെന്നോ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ അവിടെയും ഇസ്ലാം പറയുന്ന ആ ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് എന്ന്, മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണെന്ന്, ഈ ലോകത്തിന്റെ അവസാനത്തിലൂടെ ഒരു മുക്കുവൻ അവന്റെ വലക്കണ്ണി കോർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അശ്രദ്ധനായി പോകുന്ന
തന്റെ കുഞ്ഞിന് വേണ്ടി മടിത്തട്ടിലിട്ട് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ തന്റെ കുഞ്ഞിനെ കൊണ്ട് അശ്രദ്ധരായി പോകുന്നൊരു സമയമുണ്ടാകുമ്പോ ആ ഭയാനകരമായ സംഭവത്തിലൂടെ ഇല്ലാ സൈഹതം വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല. അവരെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ അത് അവരെ പിടികൂടുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുമ്പോ അതോടുകൂടെയുള്ള ലോകത്തിന്റെ അവസാനവും കഴിയുമ്പോ രണ്ടാമതും സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഒരു ഊത്ത് വരാനുണ്ട്. അതോടുകൂടി ഒരു പുതിയ സസ്യം മുളച്ചു വരുന്ന പോലെ അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പരലോകത്തിന്റെ രണ്ടാമത്തെ ബാസിലൂടെ മനുഷ്യൻ അങ്ങേക്ക് കടന്നു വരുമ്പോ, പുനർജന്മത്തിലേക്ക് അവൻ കടന്നു വരുമ്പോ പരിശുദ്ധ ഖുർആൻ 36-ാം അധ്യായത്തിന്റെ 51, 52 ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയുന്നു വഇദാ നുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مركدنا هذا ما بعد الرحمن وصدق المرسلون. وإذا نفخ في الصور സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ فإذا هم من الأجداث إلى ربهم ينسلون അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവർ ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരികയാ. ഈ സമയത്ത് കാലു അവര് പറഞ്ഞു പോകുന്നുണ്ട് യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മംബഅസനാ മിൻ മർകദിനാ, ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്? ഹാദാ മാ ബഅദർ റഹ്മാൻ, ഇത് പരമകാരുണികൻ കരാർ ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ, അവന്റെ ദൈവദൂതന്മാർ സത്യപ്പെടുത്തിയതായ ലോകമാണെന്ന് മനുഷ്യനങ്ങ് സമ്മതിച്ചു പോകുമ്പോ ആ അത്ഭുതകരമായ ലോകത്തിലേക്കങ്ങ് കടന്നു വരുമ്പോ എന്താ അതിന്റെ അവസ്ഥയെന്നറിയുമോ? കത്തിച്ചലിക്കുന്ന സൂര്യനാണ് തലയുടെ ഒരു മീലകലത്തിലെന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുമ്പോ, മീലെന്ന് പറയുന്ന പദത്തിന് ഒരു സുറുമക്കോലിന്റെ ഉയരമെന്നോ അതല്ല കയ്യിന്റെ ഒരു ചാണിന്റെ ഉയരമാണെന്നോ പറയാം. അത്രയും അകലത്തിലൂടെ സൂര്യനങ്ങ് നിൽക്കുമ്പോ ആ അത്ഭുതകരമായ ലോകം ആരുണ്ട് രക്ഷിക്കാൻ, ആരുണ്ട് സഹായിക്കാനെന്ന്? വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായത്തിന്റെ 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു വത്തഖൂ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ, യൗമ, ഒരു ദിവസത്തെ, ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരു ശരീരത്തിനും മറ്റൊരു ശരീരത്തോട് യാതൊരുവിധ ഉപകാരവും ചെയ്യാൻ കഴിയാത്തൊരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ പോലും നടക്കാത്ത ദിവസമാണെന്ന് പറയുമ്പോ ആരുണ്ട് രക്ഷിക്കാനെന്നോ ആരുണ്ട് സഹായിക്കാനെന്നോ? ആരുമില്ലാതെ മനുഷ്യനിങ്ങനെ എരിപൊരി വെയിലിലൂടെ മനുഷ്യനങ്ങ് മുന്നോട്ട് പോകുമ്പോ അന്ന് രക്ഷയായിട്ടുള്ളത് എന്താണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് തന്നെയാ. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലല്ലാതെ ഒരു തണലും അവർക്ക് അവിടെ ലഭിക്കാനില്ല. അത് മനുഷ്യന് വേണ്ടി ലഭിക്കണമോ? അത് ലഭ്യമാകണമോ? അതിന് പ്രവാചകൻ 7 വിഭാഗം ആളുകളെ എണ്ണിപ്പറഞ്ഞു. ഈ 7 വിഭാഗം ആളുകളിൽ ഉൾക്കൊള്ളുന്നവരുണ്ടോ അവർക്ക് അല്ലാഹു അവന്റെ സിംഹാസനത്തിന്റെ തണലങ്ങ് നൽകുകയാ. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലും തന്നെ ഇല്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ
അവരാരാണെന്നറിയുമോ? അൽ-ഇമാമുൽ ആദിൽ, അത് നീതിമാനായ ഭരണാധികാരിയാണ്. തങ്ങളുടെ അധീനതയിലുള്ള ഭരണത്തിൽ ആര് നീതി കാണിക്കുന്നുവോ ആ നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ, ഒരു രാജ്യത്തിന്റെ ആകട്ടെ, ഒരു പ്രദേശത്തിന്റെ ആകട്ടെ, ഒരു കുടുംബത്തിന്റെ ആകട്ടെ, തങ്ങളുടെ അധീനതയിലുള്ള ഭരണത്തിൽ ആര് നീതി കാണിക്കുന്നുവോ ആ നീതിമാനെ അല്ലാഹു തആല അവന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ, വീണ്ടും പ്രവാചകൻ പറയുന്നു, വശാബുൻ ശഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാവുണ്ടോ? തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാവ്. യുവത്വ കാലഘട്ടം കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, വിട്ടുനിൽക്കുന്ന യുവത്വ കാലഘട്ടങ്ങളിൽ ആ പ്രായത്തിൽ പോലും തന്റെ രക്ഷിതാവിനെ ആരാധിക്കുന്ന യുവാക്കളുണ്ടോ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഹൃദയം പള്ളികളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക്, വറജുലാനി തഹബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഭിന്നിക്കുന്ന രണ്ട് ആളുകൾക്കും, ഹൃദയം സദാ പള്ളികളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കും, അതുപോലെ മറ്റുള്ളവരോട് സ്നേഹിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സ്നേഹിക്കുന്നതായ ആളുകൾക്ക്, അതല്ല ആരെങ്കിലുമായി ഭിന്നിക്കേണ്ടി വരുന്നുണ്ടോ? ഭിന്നിക്കുന്നുവെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഭിന്നിച്ചു പോകുന്നവരുണ്ടോ? അവർക്കും അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുമെന്ന വീണ്ടും പ്രവാചകൻ പറയുന്ന, വറജുലുൻ طلبته امرأة ذات منصب وجمال فقال إني أخاف الله, നല്ല അഴകും സൗന്ദര്യവുമുള്ളതായ ഒരു സ്ത്രീ അവനെ ക്ഷണിച്ചപ്പോ, അവസരങ്ങളും സാഹചര്യങ്ങളും ഒത്തുകിട്ടിയപ്പോ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നവനുണ്ടോ? അവനും അല്ലാഹു അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ, വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ യഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ ചെലവഴിച്ചതിന് ഇടത് കൈ അറിയാത്ത രീതിയിലൂടെ രഹസ്യമായി ദാനധർമ്മങ്ങളെ ചെയ്തവനുണ്ടോ? താൻ ചെയ്യുന്ന സദഖകൾ, താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ അതിന് രഹസ്യമായ രീതിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നവനുണ്ടോ? ലോകത്തിന്റെ പ്രശംസയോ ലോകമാന്യതയോ ഉദ്ദേശിക്കാതെ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് രഹസ്യമായി സദഖ ചെയ്തവനുണ്ടോ? അവനും അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ അവിടെ ലഭ്യമാണ്. വീണ്ടും പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തു പോകുന്ന മനുഷ്യന് എന്താ അവന്റെ പ്രത്യേകത? ഒഴിഞ്ഞിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു പോയി. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയ കണ്ണുകളുള്ളവനുണ്ടോ? അവനും ഒരിക്കലും തന്നെ, അവനും അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ഇട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ, ഈ 7 വിഭാഗം ആളുകൾക്കാണ് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലുള്ളത്. അല്ലാത്തവർ മുഴുവനും പ്രയാസപ്പെട്ടു പോകുമ്പോ, എരിപൊരി വെയിലിലൂടെ മനുഷ്യനിങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ, അന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഈ ഒരു വിഭാഗങ്ങളിൽ എത്തിപ്പെടുക. അതിനെന്ത് വേണം? ഇവിടെ വെച്ച് നമ്മൾ പ്രയത്നിക്കണം. ഈ മരണത്തിന് മുമ്പുള്ള ഈ ജീവിത കാലഘട്ടമാ. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ തീരുമാനിക്കണം. ഈ പ്രവർത്തനങ്ങളാണ്, ഇവിടെ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവിടെ വെച്ച് നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. ആരുണ്ട് രക്ഷിക്കാൻ? ആരില്ല. ആരുമില്ലാതെ അംബിയാ മുർസലുകളെ പോലും കൈമലത്തി പോകുന്ന നാളിലൂടെ ഓർക്കുന്നുവോ അന്നിന്റെ ഭയാനകത? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാളെ പരലോകത്തൊരു കഅബയുണ്ടെങ്കിൽ അത് ബൈത്തുൽ മഅമൂറാണെന്നും, അതിൽ ചാരിയിരിക്കുന്നൊരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഇബ്രാഹിമാണെന്നും, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിമിനെ അല്ലാഹു ഖലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ അത്രയും സ്ഥാനമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കണോ?
എന്റെ റബ്ബ് തന്നെയാകെ കോപിച്ചു പോയിരിക്കയാ. എന്റെ മേൽ എന്റെ റബ്ബ് ഏത് വിധിയാണ് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകണേയെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൈമലർത്തി പോകുന്ന നാളാണെന്ന് പറയുമ്പോ പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംസാരം നേരിട്ട് കേട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകനും പറയുന്നത് എന്താ, എന്റെ റബ്ബ് എന്റെ മേൽ എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോയിക്കോ. ഇന്ന് ഓരോ പ്രവാചകന്മാരും മാറ്റിവിടുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ അള്ളാഹുവിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യുന്നത്. അതല്ലാതെ ഒരു പ്രവാചകന്മാർക്കും അതിന് കഴിയാതെ വരുമ്പോ എല്ലാവരും പേടിച്ചു പോകുമ്പോ പ്രവാചകൻ പോലും നൊമ്പരപ്പെട്ടു പോകുന്ന നാളാണെന്ന് പഠിപ്പിച്ചു തരുമ്പോ ആ ഭയാനകരമായ നാളുണ്ടല്ലോ, ഓർത്തുപോയോ? ഉമ്മമാർക്ക് മക്കളെ വേണ്ടാത്ത, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത, കൂട്ടുകുടുംബാദികളെ ബന്ധുമിത്രാദികളെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന നാളിലൂടെ താലോലിച്ച് അമനിച്ച് വളർത്തിയ ഉമ്മമാർക്ക് മക്കളെ വേണ്ടാത്ത നാളാണെന്ന് പറയുമ്പോ തന്റെ മടിത്തട്ടിലിട്ട് വളർത്തിയ ഉമ്മ ആ മക്കൾക്കെതിരെ ശബ്ദിച്ചു പോകുന്ന നാളാണെന്ന് പറയുമ്പോ കാൽ വളരുന്നുവോ കൈ വളരുന്നുവോ എന്ന് നോക്കി വളർത്തിയ ഉമ്മയാ തന്റെ കുഞ്ഞിനെങ്ങാനും നേരിയതായൊരു പനി വന്നു കഴിയുമ്പോ ഉറക്ക പിടിച്ചുകൊണ്ട് പരിചരിക്കുന്ന ഉമ്മയല്ലേ തന്റെ കുഞ്ഞിന്റെ കയ്യെങ്ങാനും അടുപ്പിലേക്ക് പോകുന്നവെങ്കിൽ എന്റെ കയ്യ് പൊള്ളിയാലും എന്റെ കുഞ്ഞിന്റെ കയ്യ് പൊള്ളല്ലേ എന്ന വേദനയോടുകൂടെ തട്ടിമാറ്റുന്ന ഉമ്മ അന്ന് കുഞ്ഞിനെതിരെ സംസാരിച്ചു പോകുന്നുവെങ്കിൽ ഓർത്തുപോയോ? എന്ത് ഭയാനകതയാ, എന്ത് ഭയാനകതയാണ്, എന്ത് വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നോ മനുഷ്യൻ പരിസരം പോലും മറന്നു പോകുമ്പോ അവിടുന്ന് പ്രവാചകനോട് പ്രിയപത്നി ആയിഷ ബീവി ചോദിച്ചു പോയില്ല നബിയേ, അങ്ങ് പറയുന്ന പോലെ പരലോകത്ത് പരിപൂർണ നഗ്നരായിട്ടാണ് മനുഷ്യൻ കടന്നു വരുന്നതെങ്കിൽ പരസ്പരം ഔറത്ത് കാണില്ലേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞില്ല ആയിഷ, അന്ന് അശ്രദ്ധരായി പോകില്ല ആയിഷ, മറ്റുള്ളവന്റെ ഔറത്ത് എവിടെയാ നോക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത എവിടെയാ മനുഷ്യന് കടന്നു വരുന്നത്? നഫ്സീ നഫ്സീ, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് മാത്രം മനുഷ്യൻ വിലപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയമാണെങ്കിൽ ഓർത്തോ, അല്ലാഹു തആല മനുഷ്യനെ കൊണ്ടുവരുന്നത് എന്തിനാ കൊണ്ടുവരുന്നത്? വിചാരണക്ക് വേണ്ടി തന്നെയാ. പരിപൂർണമായി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിചാരണ ചെയ്യുമെന്ന് പഠിപ്പിച്ചു തരുമ്പോ പ്രവാചകൻ പറഞ്ഞില്ലേ, വിചാരണ നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന്. അന്ന് ആരൊക്കെയാണ് വിചാരണ ചെയ്യപ്പെടുന്നതെന്നോ ആ നാളിനെ കുറിച്ച് ഓർത്തുകൊണ്ടല്ലേ അവിടുത്തെ റസൂല് കരഞ്ഞു പോയത് എന്ന് ഓർക്കുന്നുവോ? ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് വേണ്ടി ഖുർആൻ ഒന്ന് ഓതി തരുമോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയില്ല നബിയേ, അങ്ങേക്ക് വേണ്ടി ഞാൻ ഖുർആൻ ഓതി തരികയോ പ്രവാചകരെ? ഇത് അങ്ങയിലേക്കാണ് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞില്ല, റഅബതി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാ, അതുകൊണ്ടൊന്ന് ഓതിത്തരണമെന്ന് പറയുമ്പോ അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, 4-ാം അധ്യായം സൂറത്തുൻ നിസാ ഞാൻ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോ ഓതി അതിന്റെ 41-ാമത്തെ സൂക്തമെത്തുമ്പോ ഒരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ പ്രവാചകൻ പറയുന്നു, നിർത്തടേ അബ്ദുല്ലാ, നിർത്തടേ അബ്ദുല്ലാ എന്ന് പറയുമ്പോ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ
എന്തേ കാരണമെന്നോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമൂഹത്തിലേക്കും സാക്ഷിയായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ അങ്ങയുടെ സമൂഹത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്താകും അവസ്ഥ എന്ന അല്ലാഹുവിന്റെ ചോദ്യം അങ്ങ് കേട്ടപ്പോ ആ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, നിർത്തടേ, ഭയപ്പെട്ടു പോയില്ലേ പ്രവാചകനെന്ന് ഓർത്തുപോയോ? നമ്മുടെ ജീവിതത്തിൽ അതിനെ അഭിമുഖീകരിക്കാനായി കാത്തിരിക്കുമ്പോ ചോദ്യം ചെയ്യാതെ ആരും രക്ഷപ്പെടില്ല എന്ന്. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തിലൂടെ മുഴുവൻ പ്രവാചകന്മാരും അവരേതൊക്കെ സമൂഹത്തിലേക്ക് കടന്നു വന്നുവോ ആ സമൂഹവും അവരുടെ പ്രവാചകന്മാരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ മനുഷ്യൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ ചോദ്യം ചെയ്യുമെന്നല്ല, തൗഹീദിന്റെ നൂന് കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, വിടില്ല കേട്ടോ. എന്തൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടാനുള്ളത് തന്നെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച്, ആയുസ്സിനെ സംബന്ധിച്ച്, ഒഴിവ് സമയത്തിനെ സംബന്ധിച്ച് ഓരോന്നോരോന്നായി റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമ്പോ നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും ചിന്തിക്കാനുള്ള ബുദ്ധിയും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള അന്നവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ട് അതുകൊണ്ട് എന്ത് നീ പ്രവർത്തിച്ചു എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോ ഉത്തരം പറയാതെ കഴിയുമോ? ഉത്തരം പറയാതെ കഴിയുമോ? ആ ഒരു ഭയമല്ലേ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലൂടെ വേണ്ടത്? അതല്ലേ അല്ലാഹു മുഅ്മിനിന്റെ അടയാളമായി എണ്ണുമ്പോ 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹും കേൾക്കേണ്ട താമസം വിശ്വാസിയുടെ മനസ്സങ്ങ് വിറച്ചു പോവുകയാ. കാരണം എന്ത്? റബ്ബിന്റെ അടുക്കൽ വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ എന്താ നാഥന്റെ മുന്നിൽ മറുപടി പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് വിറച്ചു പോകില്ലേ മനുഷ്യന്റെ മനസ്സെന്ന്? നൊമ്പരപ്പെട്ടു പോകില്ലേ മനുഷ്യന്റെ ഹൃദയമെന്ന്? പ്രവാചകൻ പോലും പേടിച്ചു പോയെങ്കിൽ എന്ത് ധൈര്യത്തിലാ എന്റെ സഹോദരന്മാരെ നാം ഇവിടെ ജീവിച്ചു പോകുന്നത് എന്ന്. അതുകൊണ്ട് റബ്ബിനോട് പരമാവധി നന്ദി ചെയ്തോ. അല്ലാഹു വിചാരണ ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. എത്രത്തോളം വിചാരണ ചെയ്യുമെന്നോ നമുക്കൊക്കെ സുപരിചിതമായ വചനമുണ്ടല്ലോ. സൂറത്തു കാരിയാത്തിലൂടെ നമ്മളൊക്കെ ഓതാറില്ലേ, യൗമഇദി യസ്ദുറുന്നാസു അശ്താതാ ലിയുറൗ അഅമാലഹും. മനുഷ്യരെന്ന് ഭിന്ന സംഘങ്ങളായി കടന്നു വരികയ എന്തിനാ? ലിയുറൗ അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ആ ദിവസം ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ, ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ ചെയ്തു പോയാൽ അതിനെ അവൻ അവിടെ കാണുമെന്ന് ദർറത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലിസാനുൽ അറബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ദർറത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമായി രേഖപ്പെടുത്തുന്നത് നിലത്ത് വീഴുന്ന പഞ്ചസാര തരിയെടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം ആരവിടെ നന്മ ചെയ്തു പോകുന്നുവോ ആ നന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന നാളാ. ആരും അണുതൂക്കം തിന്മ ചെയ്തുവോ ചെറിയൊരു ദ്വാരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശങ്ങളിലൂടെ പാറിക്കളിക്കുന്ന ദോളങ്ങളിൽ നിസ്സാരമായ ഒരു ദോളത്തിന്റെ കനമെങ്കാരും മാറി തിന്മ ചെയ്തു പോയോ ആ തിന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുമ്പോ ഒന്നും വിട്ടുപോകുന്നില്ല, ഒന്നും റബ്ബിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പരിപൂർണമായി വിചാരണ ചെയ്യുമെന്ന് അവൻ ചെയ്തതായ പ്രവർത്തനങ്ങളുണ്ടല്ലോ. മലായികത്തുകളാൽ രേഖപ്പെടുത്തപ്പെട്ട 50-ാം അധ്യായം സൂറത്തു ഖാഫിന്റെ 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
അതീദ്, അവന്റെ ഇരുവശങ്ങളിലും റഖീബും അതീദും ഉണ്ടായിട്ടല്ലാതെ അവനൊന്നുമേ സംസാരിക്കുന്നില്ല. അവർ രേഖപ്പെടുത്തിയതായ രേഖകൾ അടങ്ങുന്ന ആ ഗ്രന്ഥം പരലോകത്ത് വെച്ച് നൽകപ്പെടുമ്പോ അധർമ്മപരമായി ജീവിച്ചവനാണോ, തെറ്റിലേക്ക് വഴിമാറിയതായ മനുഷ്യനാണോ, അവന്റെ പുറകുവശത്ത് കൂടെ ഇടത് കൈയിലൂടെയാണ് ഗ്രന്ഥം നൽകപ്പെടുന്നത് എന്ന് പറയുമ്പോ അത്തരം വിലപിക്കപ്പെടുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിലൂടെ നാം ഓതാറില്ലേ? ആ ഗ്രന്ഥം ലഭിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ വിലപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ബാലിഹാദൽ കിതാബ് ലാ യുആദിറു സഈറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് നാഥാ, ചെറുതും വലുതുമായിട്ട് ഒന്നുമേ നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് മനുഷ്യരങ്ങ് വിലപിച്ചു പോകുമ്പോ അന്ന് മീസാനും സത്യമാണെന്ന് അല്ലാഹു നന്മതിന്മകളെ തൂക്കി നോക്കുമെന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായത്തിന്റെ 10-11 ആയത്തുകളിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം മീസാൻ എന്നുള്ളത് സത്യം തന്നെയാ, അന്നേ ദിവസം മീസാൻ എന്നുള്ളത് സത്യം തന്നെയാണെന്ന്. വമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ മീസാൻ എന്ന് കനം കൂടിയോ അവർ വിജയിച്ചു പോയിരിക്കുന്നു. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. ആരുടെ മീസാൻ എന്ന് കനം കുറഞ്ഞു പോയോ ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, തങ്ങളുടെ ശരീരത്തോട് നഷ്ടം പ്രവർത്തിച്ചിരിക്കുന്നവരാണവർ, അവരക്രമം ചെയ്തു പോയവരാ. അവരുടെ മീസാനാണ് കനം കുറഞ്ഞു പോകുന്നത്. മീസാന് കനം കൂടുന്നവർക്കല്ലേ രക്ഷയുള്ളൂ. കനം കുറഞ്ഞു പോയോ അതിന് രക്ഷയില്ല. അതിനുള്ള വഴികളും പ്രവാചകൻ ഇവിടെ വെച്ച് പഠിപ്പിച്ചു തന്നില്ലേ? ദുനിയാവിൽ നമ്മൾ അധ്വാനിച്ചോ, നിസ്സാരമായ കാരണങ്ങളെ കൊണ്ടുപോലും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല ഇരട്ടിയായി നൽകുന്ന ഓഫറുകൾ റബ്ബ് നൽകിയിട്ടോ എത്രത്തോളം പറഞ്ഞില്ലേ അവിടുത്തെ പ്രവാചകൻ? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രണ്ട് വാക്കുകളാ, നാവിന് വളരെ കനം കുറഞ്ഞ വാക്കുകളല്ല, പക്ഷേ വസഖീലതാനി ഫിൽ മീസാൻ, അവ രണ്ടും മീസാനിൽ കനം കൂടുന്ന വാക്കുകളാ. വഹബീബതാനി ഇലർ റഹ്മാൻ, പരമകാരുണികന് വളരെയധികം ഇഷ്ടമുള്ളതായ വാക്കുകൾ അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ചൊല്ലാൻ എളുപ്പമുള്ള വാക്കുകളല്ലേ, അത് മീസാനിൽ അങ്ങ് കനം കൂടുകയില്ലേ? അങ്ങനെ എത്രമാത്രം കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അവിടെയും നഷ്ടം സംഭവിക്കുന്നവരാരാ? ആ മീസാൻ കനം കുറഞ്ഞു പോകുന്ന ആളുകൾ. ഇങ്ങനെ നഷ്ടം സംഭവിക്കുന്ന ആളുകളെയാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. സിറാത്തിന്റെ മുകളിലൂടെ മനുഷ്യനെ നയിക്കപ്പെടുമ്പോ ആദ്യം പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനായിരിക്കും ആദ്യമായി കടന്നു പോകുന്നത് എന്ന്. അവിടെ കൊളുത്തുകളാൽ മനുഷ്യനെ തെറ്റ് ചെയ്ത മനുഷ്യരെ നരകത്തിലേക്ക് അതിൽ നിന്ന് വലിച്ചിടപ്പെടുകയാണ്. അല്ലാത്തവൻ വിജയികൾ മാത്രമാണ്. അതിലൂടെ രക്ഷപ്പെടുന്നവർ പല വേഗങ്ങളിലൂടെ, മിന്നൽ വേഗങ്ങളിലൂടെ കടന്നു പോകുന്നവരും കഷ്ടപ്പെട്ട് പ്രയാസത്തോടുകൂടെ കടന്നു പോകുന്നവരും അതിലൂടെ ഉണ്ട് എന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആ അത്ഭുതകരമായ ആ ലോകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യൻ അവിടെ നന്മ ചെയ്തവന് നന്മ പ്രതിഫലം നൽകുന്നു, തിന്മ ചെയ്തവന് തിന്മ പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്നിടത്ത് ഒരു തെറ്റുകാരന് വേണ്ടി നൽകപ്പെടുന്ന കഠോരമായ ശിക്ഷയാണ് അവിടുത്തെ നരകം എന്ന് പറയുന്നത് അല്ലേ? ആ കത്തിയാണെന്ന നരകത്തിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിയുന്നുവെങ്കിൽ അത് അല്ലാഹു ചെയ്യുന്ന ക്രൂരതയാണോ? അല്ല, ഒരിക്കലും ക്രൂരതയില്ല. നിങ്ങൾ ഓർത്തുപോയോ? ഒരു ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ ആയുസ്സിൽ അവൻ ജീവിക്കേണ്ടുന്നതിന് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും പാത ഏതാണ് എന്ന് അല്ലാഹു വ്യക്തമാക്കി കൊടുത്തു. അല്ലാഹു ഒരു ഹിദായത്തിന് മാർഗദർശനം നൽകി.
ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആ മാർഗദർശനത്തെ പിൻപറ്റുന്നവന് ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. അള്ളാഹു മാർഗദർശനം നൽകി. ഇങ്ങനെ അവന് ഉറ്റാലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകി, പക്വത റബ്ബ് നൽകി. അവൻ നന്മ വിചാരിച്ചാൽ അവനൊരു നന്മയെ പ്രതിഫലമായി നൽകുന്നു. ഒരു നന്മ വിചാരിച്ചുകൊണ്ട് അവൻ ചെയ്യുമ്പോ 10 മുതൽ 700 വരെ അള്ളാഹു, 10 മുതൽ 70 വരെ അള്ളാഹു അവനെ നന്മയായി രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു തെറ്റവൻ വിചാരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒരു നന്മ റബ്ബവനെ രേഖപ്പെടുത്തുന്നു. ഒരു തെറ്റ് വിചാരിച്ചുകൊണ്ട് തെറ്റിനെ അവൻ ചെയ്യുമ്പോ വെറും ഒരൊറ്റ തിന്മ മാത്രം അള്ളാഹു അവന് വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓഫറുകൾ നൽകിയിട്ട്, ഇങ്ങനെയൊക്കെ റബ്ബ് ഒരു മനുഷ്യന് ഓഫറുകൾ നൽകിയിട്ട്, എന്നിട്ടും ഒരു മനുഷ്യൻ തെറ്റുകാരനാണെങ്കിൽ പറഞ്ഞില്ല പരലോകത്തിന്റെ അവസാന 4-ാം അധ്യായത്തിന്റെ 42-ാമത്തെ ആയത്തിലൂടെ ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറാ വഇൻ തകു ഹസനതൻ യുദാഇഫഹാ ഫയുഅതി ബില്ലദുൻഹു അജ്റൻ അളീമാ. ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറാ, ഒരു അണുത്തൂക്കം പോലും അല്ലാഹു നിങ്ങളോട് അക്രമം കാണിച്ചു പോകുന്നില്ല. ഒരു അണുത്തൂക്കം പോലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഉറുമ്പിന്റെ നിസ്സാരമായ കാലിന്റെ തൂക്കം പോലും ആ റബ്ബ് നിങ്ങളോട് അക്രമം കാണിച്ചു പോകുന്നില്ല. വഇൻ തകു ഹസനതൻ യുദാഇഫഹാ, ആ അണുത്തൂക്കം നിങ്ങളുടെ പക്കലുള്ളത് നന്മയാണോ, റബ്ബ് നിങ്ങൾക്കതിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് നൽകുകയാണ്. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ നൽകിയിട്ട്, എന്നിട്ടും ഒരു മനുഷ്യന്റെ മീസാനിലൂടെ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ അവന്റെ തിന്മയാണ് അവിടെ കൂടുന്നതെങ്കിൽ അവൻ ധിക്കാരിയല്ലേ, അവൻ അധർമ്മകാരിയല്ലേ, അവൻ നരകത്തിന്റെ അർഹരല്ലേ, അവനെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടുകയല്ലേ. ആ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥ എന്താ? ആ നരകത്തിന്റെ അവസ്ഥകളെന്താ? സഹിക്കാൻ കഴിയുമോ? അനുഭവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടണ്ടയോ? ഇവിടെ വെച്ച് തന്നെ തീരുമാനിച്ചോ എന്താ നരകത്തിന്റെ അവസ്ഥയെന്ന്? ആ ചുട്ടുപൊള്ളുന്ന നരകത്തിനെ സംബന്ധിച്ച് ഇന്ന അഹ്വനു അഹ്ലിന്നാരി അദാബാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ നരകത്തിന്റെ ശിക്ഷകളിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അവരുടെ കാൽപാദത്തിന്റെ അടിയിലെങ്ങാനും ഒരു തീക്കനൽ വെച്ച് കൊടുക്കുമ്പോ അവരുടെ തലച്ചോറ് പോലും തിളച്ചു മറിയുന്നതാണ് ഏറ്റവും നിസ്സാരമായ ശിക്ഷ എന്ന് പറയുന്നുവെങ്കിൽ സഹിക്കാൻ കഴിയുമോ? ഒരു മണിക്കൂർ പോയിട്ട്, ഒരു ദിവസം പോയി, ഒരു മണിക്കൂർ പോയി, ഒരു മിനിറ്റ് പോയി, ഒരു സെക്കൻഡ് പോലും അനുഭവിക്കാനുള്ള കരുത്തില്ലല്ലോ മനുഷ്യനെന്ന് എന്തേ നമ്മൾ മറന്നു പോകുന്നത്? ഒരു മെഴുകുതിരിയെങ്ങാനും കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ തീനാളം പോയിട്ട് അതിൽ നിന്ന് വാർന്നൊലിക്കുന്ന ആ നീരുവെള്ളമെന്ന് കൈകളിലെ കുറ്റുമ്പോ വേദന കൊണ്ട് കൈവലിക്കുന്ന നാം എങ്ങനെയാ? ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ സൈലൻസർ എങ്ങാനും ഒന്ന് കാലിന്റെ മേലെ തട്ടുമ്പോ ആഴ്ചകളോളം ഉറക്കം നഷ്ടപ്പെടുന്ന നാം എങ്ങനെയാ ആ നരകത്തിന്റെ തീയിനെയൊന്ന് സഹിക്കാൻ കഴിയുക? ദുനിയാവിലുള്ള തീയല്ല കേട്ടോ, അതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടുള്ള തീയാണെന്ന് അതിനെ കുറിച്ചാ പറയുന്നത്. ആ നരകത്തിലുള്ള വെറും നിസ്സാരമായൊരു തീക്കല്ലെടുത്തുകൊണ്ട് നമ്മുടെ കാലിന്റെ താഴ്ഭാഗത്തൊന്ന് വെച്ചു കൊടുക്കുമ്പോ അതുകൊണ്ട് തലച്ചോറ് പോലും തിളച്ചു മറിയുന്നതാണെന്ന് പറയുമ്പോ കുടൽമാല മുഴുവനും പുറത്ത് ചാടിയിട്ട് കഴുത ആസകല്ലിനെ വട്ടം ചുറ്റുന്ന പോലെ നട്ടം തിരിയുന്നവരും, ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് സ്വന്തം ശരീരങ്ങളെ മാന്തി പൊളിക്കുന്നവരും, അടച്ചു മൂടപ്പെട്ട നരകത്തിലൂടെ നീട്ടപ്പെട്ട തോണുകളിൽ ബന്ധനസ്ഥരായി കത്തിക്കപ്പെടുന്ന ആളുകളും ആ നരകത്തിന്റെ കാഴ്ചകളായി മാറുമ്പോ അനുഭവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടത്തെ പ്രവാചകൻ പറഞ്ഞത്, അവിടത്തെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചു തന്നില്ലേ? ഒരു കാരക്കയുടെ കീറ് കൊണ്ടാണെങ്കിലും ആ നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുമ്പോ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ, എനിക്കറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ അല്പം മാത്രം നിങ്ങൾ ചിരിക്കുകയും ധാരാളം നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അത്രയും ഭയാനകരമായ അവസ്ഥകളാണ് ആ നരകത്തിലൂടെ. രക്ഷപ്പെടണോ? നമ്മൾ എന്ത് ധൈര്യത്തിൽ ജീവിക്കുമെന്ന 1000-ൽ ഒരാൾ വീതം സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന പിൻതലമുറക്കാർ. ബാക്കി 999 അവസ്ഥ എന്താ? ആലോചിച്ചോ. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് അല്ലേ? വളരെ കൃത്യമായി തന്നെ നിങ്ങൾ നോക്ക്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് വാഖിയയിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോഴും അവിടെ കാണാം സുല്ലത്തും മിനൽ അവലീൻ വഖലീലും മിനൽ ആഖിരീൻ. സുല്ലത്തും മിനൽ അവലീന, പൂർവികരിൽ നിന്ന് വലിയൊരു ഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോ പിന്തലമുറക്കാരിൽ നിന്ന് വളരെ കുറച്ചാളുകളെ സ്വർഗത്തിലേക്കുള്ളൂ. പിന്തലമുറക്കാരിൽ നിന്ന് വളരെ കുറച്ചാളുകളെ സ്വർഗത്തിലേക്കുള്ളൂ. ആ കുറച്ചാളുകളിൽ പെട്ടുപോകാനാ ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടത് അല്ലേ? ആലോചിച്ചു പോയോ നമ്മൾ? ഇവിടെ എത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്തു. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ അത് രോമത്തെക്കാൾ നിസ്സാരമായേക്കാം. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അതിനെ മഹാപാപങ്ങളായിട്ടാണ് എണ്ണിയിരുന്നത് എന്ന് ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിലൂടെ നാം കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് പൂർവികരെ ഭൂരിപക്ഷമെന്നും നമ്മളെ ന്യൂനപക്ഷമെന്നും പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർ അധ്വാനിച്ചിട്ടുണ്ട്, അവർ പരലോകത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ള കാരണം. ഒരുപാട് അധ്വാനിച്ചില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ? തന്റെ കാലിന്റെ മേലെ നീര് വരുവോളം രാത്രി കാലങ്ങളിൽ നിന്ന് നമസ്കരിച്ചുവെങ്കിൽ നാം രാത്രി സുഖമായി കിടന്നുറങ്ങുന്നവരാ. അവിടുന്ന് തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചു പോയി എങ്കിൽ, അവിടുത്തെ സഹാബാക്കൾ സഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ത്വായിഫിന്റെ മടലാരുണ്യങ്ങൾ പ്രവാചകന്റെ രക്തക്കറകളാൽ ചുകന്നു പോയപ്പോ ഫതഹാഇന്റെ മലഞ്ചെരുവിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തിരണ്ടതായ തൊലി മണലാരുണ്യങ്ങളിലൂടെ തൊട്ടിയുരുമ്പിക്കൊണ്ട് പോയി എങ്കിൽ, അവിടുത്തെ നെഞ്ചിന്റെ മേലെ പാറക്കല്ലേർക്കേണ്ടി വന്നു എങ്കിൽ, അമ്മാർ ഇബ്നു യാസിറിനും അവിടുത്തെ കുടുംബത്തിനും മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു എങ്കിൽ, ഈത്തപ്പന മരത്തിന്റെ മേലെ വരിഞ്ഞു മുറുക്കി കല്ലുകൾ എറിയേണ്ട അവസ്ഥകൾ ഉണ്ടായി എങ്കിൽ, ശരീരത്തിൽ നിന്ന് വാർന്നൊലിക്കുന്ന രക്തമുണ്ടാകുമ്പോ തലക്ക് മീതെ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ട് എങ്കിൽ, ഷൈബ് അബൂ താലിബ് താഴ്വരയിൽ വെച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ പച്ചില മാത്രം ഭക്ഷിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ, എത്രത്തോളം സഹാബാക്കൾ പറഞ്ഞു വന്നോ, പട്ടിണി കൊണ്ട് കഴിയേണ്ടി വന്നപ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കൊണ്ടുവന്നുകൊണ്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിച്ചിട്ടെങ്കിലും ഒന്ന് വിശപ്പ് മാറ്റിയാലോ എന്ന് പോലും ആഗ്രഹിച്ചു പോയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോ അവരത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട്, അത്രമാത്രം ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന, എപ്പോഴും സുഖവും സൗകര്യവും ഭൗതിക താല്പര്യതയുമായി മുന്നോട്ട് പോകുന്ന നാം ആ പരലോകത്തെ രക്ഷപ്പെടുമെന്ന് എങ്ങനെ നമ്മൾ സമാധാനിക്കുമെന്ന? അതുകൊണ്ട് പ്രവർത്തിക്കണ്ടേ. നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് പരലോകത്ത് വീഴ്ചയിലേക്ക് എത്തുകയാണ്. പല തെറ്റുകളും, നാം ചെയ്യുന്ന തെറ്റുകളും നമ്മെ നരകത്തിലേക്ക് എത്തിക്കുകയാണ്. നമസ്കാരത്തിനെ ഉപേക്ഷിച്ചവൻ അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന വളരെ കൃത്യമായി തന്നെ ഇസ്ലാം പറഞ്ഞില്ലേ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് സക്കർ എന്ന് പറയുന്ന നരകത്തിലൂടെ കടന്നെറിയാനുള്ള കാരണമെന്ന് അവരോട് ചോദിക്കപ്പെടുമ്പോ കാലോ അവര് പറഞ്ഞു പോകുന്നു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് പറയുമ്പോ, നമസ്കാരം ഉപേക്ഷിച്ചിരുന്ന ആളുകളാണ് എന്ന് പറയുമ്പോ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ എവിടെയാ? അവൻ നരകത്തിലാണെന്ന് പറയുമ്പോ നമ്മളൊക്കെ സമാധാനിക്കുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നവനാണല്ലോ.
എന്റെ കർമ്മങ്ങളൊക്കെ കൃത്യമാണല്ലോ, ഒരു ദിവസത്തിൽ 5 നേരം ഞാൻ നമസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് സമാധാനിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് സമാധാനമടയാൻ കഴിയുമോ? ആ നമസ്കാരം നമ്മുടെ റബ്ബ് സ്വീകരിച്ചു പോയോ ഓർക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന വസ്തുതകൾ തന്നെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവമായി കൊണ്ട് പറഞ്ഞത് എത്രത്തോളം വലിയ കാരണമാണെന്നറിയുമോ? ലഖദ് ഹമംതു അന്നാമുറ ബിഹതബിൻ, ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ കൽപ്പിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ കൽപ്പിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്തിനാ ഒരു കെട്ട് വിറക് കൊണ്ടുവരുന്നത്? ഒരാളോട് ബാങ്ക് വിളിക്കുവാനും ഒരാളോട് ഇമാമായി നമസ്കരിക്കുവാനും. എന്നിട്ട് പള്ളിയിലേക്ക് വരാത്ത ആളുകളുടെ വീടുകൾ കൊണ്ടുപോയിട്ട് തീയിട്ട് കരിച്ചാലോ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ സൂക്ഷിക്കണേ. ജമാഅത്തിന്റെ കാര്യങ്ങളിലൂടെ വളരെ കണിശതയോടുകൂടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം നൽകുന്ന ദാനധർമ്മങ്ങളാണെങ്കിൽ സക്കാത്തിന്റെ വിഷയമാണെങ്കിലും വീഴ്ച വരുത്തി പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായത്തിന്റെ 34-35 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണ്ണവും വെള്ളിയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിന്റെ നിർബന്ധിതമായി കൊടുക്കേണ്ടുന്ന പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കൊടുത്തു വീട്ടാത്തവനുണ്ടോ അവന് നൽകുന്ന ശിക്ഷ തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നു, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജനൂബുഹും വളുഹൂറുഹും. അത് നരകത്തിലിട്ടുകൊണ്ട് ആ സ്വർണ്ണവും വെള്ളിയും ഇങ്ങനെ പഴിപ്പിച്ചുകൊണ്ട് അവരുടെ നെറ്റിത്തടങ്ങളും അവരുടെ മുതുകുകളും അവരുടെ പാർശ്വഭാഗങ്ങളും ഇങ്ങനെ ചൂടുവെക്കുമ്പോ അവിടുന്ന് മലായികതകൾ പറയുകയാണ്, ഫദൂഖൂ